രചന ഗംഗോത്രി. ഭാഗം 89. എല്ലാവരും വർത്തമാനം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാഘവൻ അത് ചോദിച്ചത്. അവരെ എന്ത് ചെയ്യാനാ നിങ്ങളുടെ ഉദ്ദേശം? ഇങ്ങനെ ഒരുപാട് ദിവസം നമുക്കവരെ കെട്ടിയിടാൻ കഴിയില്ല. അത്ര പെട്ടെന്ന് അവരെ മരിക്കാനും സമ്മതിക്കരുത്. എബി എന്ത് ചെയ്യാനാ നീ ഉദ്ദേശിക്കുന്നത്? കാർത്തിയാണത് ചോദിച്ചത്. പെട്ടെന്ന് എന്തു പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അവൻ അവളോട് ഇഷ്ടമാണ്. ആ സ്നേഹത്തിൽ നിന്നാവണം അവൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. അതിൻ്റെ പേരിൽ ഒരാളെ ശിക്ഷിക്കുന്നത് എങ്ങനെയാണ്? എന്നാലും ഈ 2 ദിവസങ്ങൾ കൊണ്ട് അവൻ അതിൻ്റെ എല്ലാം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അവർക്ക് വേണ്ടി എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയക്കാർ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അന്വേഷിക്കുന്നത്. അന്ന് അയാൾ വെളിപ്പെടുത്തിയ പേരുകളിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവരും ഗംഗയുടെ കസ്റ്റഡിയിലാണ്. ഗംഗോത്രിയുടെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു മുറിയിലാണ് അവർ ഉള്ളത്. അവിടെ അങ്ങനെ ഒരു മുറിയുള്ള കാര്യം അവിടുത്തെ ജോലിക്കാർക്ക് പോലും അറിയില്ല. നല്ല വലിപ്പമുള്ള ഒരു മുറിയായിരുന്നു അത്. അതിൻ്റെ ഒത്ത നടുവിലായി റാവുത്തറുടെ 2 കൈകളും മേൽപോട്ടാക്കി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ദേഹം മുഴുവൻ അടികൊണ്ട പാടുകൾ. തൊട്ടടുത്ത് എബിയും പിന്നെ മുകുന്ദനും ശശാങ്കനും ഉണ്ടായിരുന്നു. അവരുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ദേഹത്തടിയുടെ പാടുകളില്ല എന്ന് മാത്രം. അതിൻ്റെ താഴെയായി 2-3 കൂറ്റൻ നായകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. ആർത്തിയോടെയുള്ള അവയുടെ നോട്ടം കാണുമ്പോൾ തന്നെ 2-3 ദിവസമായി പട്ടിണിയാണെന്ന് പറയാൻ പറ്റും. അവരെ നോക്കിയുള്ള അവയുടെ കുര കേൾക്കുമ്പോൾ തന്നെ അവർ അറിയാതെ മൂത്രം പോകും. ഏത് നിമിഷവും അവരെ കടിച്ചു കീറാൻ പാകത്തിലാണ് അവയുടെ നിൽപ്പ്. അവിടുത്തെ ശബ്ദമൊന്നും പുറത്തേക്ക് കേൾക്കാൻ സാധിക്കില്ല. ആ മുറിയുടെ മുകൾ ഭാഗത്തായി ചുറ്റിലും ഗ്രില്ല് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഗ്രില്ലിൻ്റെ ചുറ്റിലുമായി നടക്കാൻ സൗകര്യമുണ്ട്. അവിടെയുള്ള കിളിവാതിലിലൂടെ നോക്കിയാൽ താഴെയുള്ള മുറിയാണ് കാണുന്നത്. അവിടെ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സംസാരിച്ചാൽ അവർക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കും. ആ മുറിയുടെ നടുവിലായി അങ്ങോട്ടും ഇങ്ങോട്ടും വടം കയർ കെട്ടിയിട്ടുണ്ട്. തമ്പിയുടെ ആളുകളെ കൂടാതെ സർക്കസിലെ ചില അഭ്യാസികളും അവരുടെ കൂടെയുണ്ട്. അവർ ആ കയറിലൂടെ തൂങ്ങി നടന്ന് ഓരോരുത്തർക്കും നല്ല ചവിട്ട് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അവരെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കമ്പി അല്പം താഴ്ന്നു വരും. ആ സമയത്ത് താഴെയുള്ള നായകൾ മുകളിലേക്ക് ഉയർന്നു പൊങ്ങും. അത് കാണുമ്പോൾ തന്നെ പേടിച്ചവരുടെ പാതിജീവൻ പോകും. റാവുത്തർ അല്പം വെള്ളത്തിനായി ദയനീയമായി അപേക്ഷിച്ചു. അവിടെ ആരെയും കണ്ടില്ല. അയാൾ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് 2 കണ്ണുകൾ അയാളെ നോക്കി നിൽക്കുന്നത് കണ്ടത്. പെട്ടെന്ന് ആ മുഖം അയാൾ തിരിച്ചറിഞ്ഞു. ഇവളെന്താ ഇവിടെ? അയാൾ ചിന്തിച്ചു. കഷ്ടകാലം വരുമ്പോൾ വിമാനം പിടിച്ചും ആളുകൾ വന്നു തുടങ്ങിയോ? എന്താടോ, തനിക്കെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? തനിക്ക് എന്നെ വല്ലതും ചെയ്യാൻ തോന്നുന്നുണ്ടോ? അതോ എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നതുപോലെ ഞാനും ചാവാൻ കാത്തിരിക്കുകയാണെന്നാണോ താൻ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ ഭർത്താവിന് ഓർമ്മയുണ്ടോ? നിനക്ക് ഓർമ്മ വരും റാവുത്തറെ. നീ ദ്രോഹിച്ച എല്ലാവരെയും നിനക്ക് ഓർമ്മ വരും. പ്രത്യേകിച്ചും ഇങ്ങനെ കിടക്കുമ്പോൾ. ഞാൻ മാത്രമല്ല കേട്ടോ, പലരെയും നിനക്ക് കാണാം. അവരൊക്കെ എന്ത് ശിക്ഷ തന്നാലും നീ വാങ്ങിക്കണം. എന്താ വേണ്ടേ? സുമിത്ര അല്പം പരിഹാസത്തോടെ ചോദിച്ചു. സുമിത്ര, എന്നെ രക്ഷിക്കണം. എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ജീവൻ മാത്രം തന്നാൽ മതി. നിന്നോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല. ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. അയാൾ അതും പറഞ്ഞ് കരയുകയായിരുന്നു. പെട്ടെന്ന് സുമിത്രയെ അവിടെ കാണാതായി. അയാൾ മുകളിലേക്ക് നോക്കി വെറുതെ അവളുടെ പേര് വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് മറ്റൊരു ശബ്ദം കേട്ടത്. റാവുത്തർ, ഇങ്ങോട്ടൊന്ന് നോക്കടാ ചെക്ക. എൻ്റെ മുഖം നീ മറന്നോ? ഏയ്, അത്ര വേഗം നിനക്കതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് നിനക്ക് എത്ര തവണ ചോറ് വിളമ്പി തന്നിരിക്കുന്നു. അതിന് നീ ഒരിക്കൽ എന്നോട് നന്ദി കാണിച്ചിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? നിന്റെ സ്നേഹം അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് കേട്ടോ. എൻ്റെ ഭർത്താവ് ഹൃദയം മുട്ടി മരിച്ചപ്പോഴും എൻ്റെ മകൾ നിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടപ്പോഴും നിനക്ക് വേണ്ടി ഞാനൊരു സമ്മാനം കരുതി വെച്ചിരുന്നു. നിന്നെ തൊടാൻ പോലും എനിക്ക് അറപ്പാണ്. എന്നാലും സമ്മാനം ഞാൻ തരാൻ കേട്ടോ. സുമലത അവിടെ ഉണ്ടായിരുന്ന ഒരു ട്യൂബിലൂടെ ഒരു ദ്രാവകമൊഴിച്ചു. ആ ട്യൂബ് കറങ്ങി വന്ന് റാവുത്തറിൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നു. അവൻ പേടിയോടെ അതിലേക്ക് നോക്കി. അതിൽ നിന്ന് എന്തോ ഒന്ന് അവൻ്റെ മുഖത്തേക്ക് തെറിച്ചു. അവൻ്റെ മുഖം പൊള്ളി. അപ്പോൾ മാത്രമാണ് അത് ആസിഡായിരുന്നു എന്ന് അവന് മനസ്സിലായത്. അവൻ അലറിക്കരഞ്ഞു. സുമലത അമ്മേ, മാപ്പ്. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ചെയ്തു പോയതാണ്.
അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ അത് കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഇത് കണ്ട് ഭയന്ന് നിൽക്കുകയാണ്. മുകുന്ദൻ്റെ കണ്ണുകൾ പേടിച്ച് പുറത്തേക്ക് തുറച്ചു വരുന്നുണ്ട്. വീണ്ടും അവരുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു പൈപ്പ് വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി. എല്ലാവരും പേടിയോടെ അതിലേക്ക് ഉറ്റുനോക്കി. തുടരും.